കൊടുത്താം, കഞ്ചാവിന് കൊടുത്താം, ചാരായത്തിന് കൊടുത്താം. ആ പണം ഞങ്ങളുടെ വീട്ടിലേക്ക് വന്നു. കുഞ്ഞുങ്ങൾക്ക് ആഹാരമുണ്ടായി, ഭാര്യയ്ക്ക് വസ്ത്രമുണ്ടായി, കുടുംബത്തിൽ സ്വസ്ഥതയുണ്ടായി. എത്ര സമാധാനം! യേശുക്രിസ്തു ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ വരുത്തുന്ന മാറ്റം എത്രയോ വലുതാണ്. ഇതുപോലെ മാറ്റം വരുത്തുന്ന മറ്റൊരു സന്ദേശം ഈ അവനിമുഖത്തില്ല. അതുകൊണ്ടാണ് ഈ സുവിശേഷം ഞങ്ങൾ പ്രസംഗിക്കുന്നത്. അതുകൊണ്ടാണ് ഈ സന്ദേശം നിങ്ങളോട് ഞങ്ങൾ ഇത് പറയുന്നത്. നിങ്ങൾക്ക് സമാധാനത്തിന്റെ സന്ദേശമാണ് ഈ സുവിശേഷം എന്ന് പറയുന്നത്. ഇതിനെ തട്ടിത്തെറിപ്പിച്ചു പോയാൽ, ഇതിനെ അവഗണിച്ചു പോയാൽ ന്യായവതിയുടെ വാള് താങ്കളുടെ നേരെ ദൈവമോങ്ങുമെന്നുള്ളത് രണ്ടു പക്ഷമില്ല. പ്രിയമുള്ളവരെ, ശിക്ഷയ്ക്ക് നിങ്ങൾ പാത്രീഭൂതരാകാതിരിപ്പാൻ ഈ സുവിശേഷം വിശ്വാസത്തിൽ അംഗീകരിക്കുക. സമാധാന പ്രഭുവായ ക്രിസ്തുവിനെ ജീവിതത്തിലേക്ക് അംഗീകരിക്കുക. യെശയ്യാ പ്രവചനത്തിൽ 9-ാം അധ്യായം അതിന്റെ 6-ാമത്തെ വാക്യത്തിൽ ദീർഘവീക്ഷിയായ യെശയ്യാ പറയുന്നല്ലോ, യേശുക്രിസ്തുവിന്റെ ജനനത്തിന് വർഷങ്ങൾക്ക് മുമ്പ് യേശുവിനെ കുറിച്ച് പ്രവചനാത്മാവിൽ പറയുന്നു, നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു, നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു. അവന്റെ പേര് പറയുന്നത് അത്ഭുതമന്ത്രി, വീരനാം ദൈവം, സമാധാനത്തിന്റെ പ്രഭു, പ്രിൻസ് ഓഫ് പീസ്, സമാധാനത്തിന്റെ പ്രഭു എന്നാണ് യേശുവിനെ കുറിച്ച് പറയുന്നത്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇവിടെ എത്ര മഹാന്മാർ ജനിച്ചിട്ടുണ്ട്, എത്ര ഗുരുക്കന്മാർ ഇവിടെ ജനിച്ചിട്ടുണ്ട്, എത്രയെത്ര നേതാക്കന്മാർ ഇതിനോടകം ഇവിടെ കടന്നു വന്നിട്ടുണ്ട്. എന്നാൽ സമാധാനത്തിന്റെ പ്രഭു എന്ന പേരിൽ ഇവിടെ ജനിച്ചത് യേശു മാത്രമാണ്. സമാധാനത്തിന്റെ നായകൻ എന്ന പേരിൽ, സമാധാനത്തിന്റെ ഉറവിടം എന്ന നാമകരണത്തിൽ ഭൂമിയിൽ ജനിച്ച ഏക ചരിത്ര പുരുഷൻ കർത്താവായ യേശുക്രിസ്തുവായതുകൊണ്ട് പൗലോസിന്റെ ഭാഷയിൽ തന്നെ പറയട്ടെ, ക്രൂശിനെ ഞങ്ങളും പ്രശംസിക്കുന്നു, ക്രൂശിനെ ഞങ്ങളും പ്രസംഗിക്കുന്നു. ഈ ക്രൂശിന്റെ വചനം അനേകർ ഭോഷത്വമായി കാണുമ്പോൾ, അനേകർക്ക് ശാപമായി, അനേകർ കൈപ്പോടെ കാണുമ്പോൾ, ഇന്ന് ഈ സമയത്ത് എനിക്ക് സന്തോഷത്തിന്റെ സന്ദേശമാണ്, അനേകർക്ക് സന്തോഷത്തിന്റെ സന്ദേശമാണ്. നിങ്ങൾക്കും ഇത് സന്തോഷത്തിന്റെ സന്ദേശമായി പരിണമിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ക്രൂശിന്റെ സാധ്യത സമാധാനം ഉണ്ടാക്കി, സമാധാനമുണ്ടാക്കി. യെശയ്യാ പ്രവചനം 53-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ കാണുന്നുണ്ട്, സമാധാനത്തിനായുള്ള ശിക്ഷ അവന്റെ മേലായി. സ്നേഹിതരെ, സമാധാനത്തിന് ഒരാൾ ശിക്ഷ അനുഭവിക്കുക എന്നോ എന്തൊരു വിരോധാഭാസമായ പ്രയോഗം! സമാധാനം കിട്ടാൻ ഒരാൾ ശിക്ഷിക്കപ്പെടുന്നു. സമൂഹത്തിന് വേണ്ടി, ലോകത്തിന്, ഈ ലോകത്തിന് സമാധാനം കിട്ടാൻ ഒരാൾ ശിക്ഷിക്കപ്പെട്ടു. ഇങ്ങനെ ശിക്ഷ അനുഭവിച്ച വേറെ ഏത് ചരിത്ര പുരുഷനുണ്ട് ലോകത്തിൽ? സമാധാനത്തിനായുള്ള ശിക്ഷ. അവന്റെ തലയിൽ മുൾക്കിരീടം വെച്ചു, പുറം ചാട്ടവാറുകൊണ്ട് അടിച്ചു കീറി, കവിളിലെ രോമങ്ങൾ പറിച്ചെടുത്തു. ഒരു പുസ്തകത്തിൽ ഞാൻ വായിച്ചത്, റോമൻ നാണയം കൂട്ടിപ്പിടിച്ച് യേശുവിന്റെ കവിളിലെ രോമങ്ങൾ ഓരോന്നോരോന്നായി റോമൻ പടയാളികൾ പറിച്ചെടുത്തു. അവന്റെ കണ്ണ് കെട്ടി, അവന്റെ കണ്ണത്തടിച്ചു. പ്രവചിക്കുക, നിന്നെ തല്ലിയതാരാണ്? മുഷ്ടി ചുരുട്ടി അവന്റെ കവിളിലിടിച്ചു, മുഖത്ത് കാർപ്പിച്ചു തുപ്പി, ചാട്ടവാറുകൊണ്ട് അവന്റെ പുറത്തടിച്ചു. തോൽ കൊണ്ട് നിർമ്മിക്കപ്പെട്ട ആ ചാട്ടവാറിന്റെ അഗ്രഭാഗത്ത് ഈയക്കഷണം, എല്ലിൻ കഷണം, മുൾക്കൊളുത്ത്, ചൂണ്ടക്കൊളുത്ത് ആദിയായ മാരക ആയുധങ്ങളെല്ലാം അവിടെ ഘടിപ്പിച്ചിട്ടുണ്ട്. പ്രിയമുള്ളവരെ, ആ ആയുധം ക്രിസ്തുവിന്റെ പുറത്തു വീണു, മാറി മാറി അടിച്ചു. ആ അടിയുടെ ആഘാതത്താൽ അവർ പുറകോട്ട് വലിക്കുമ്പോൾ ഈ പച്ചമാംസത്തിൽ ഇതാഴ്ന്നിറങ്ങി അവിടുന്ന് മാംസം പിഴുതുപോന്നു, വെള്ളത്തിൽ മുക്കുന്നു, വീണ്ടും അടിക്കുന്നു. വെള്ളത്തിന്റെ നിറം മാറി രക്തം കലർന്ന വെള്ളമായി. ചെറുപ്പക്കാരനായ ക്രിസ്തുവിന്റെ മാംസം അവിടെ പിടയുന്നു. പീലാത്തോസ് കണ്ടിട്ട് പറഞ്ഞു, ഈ നീതിമാന്റെ രക്തത്തിൽ എനിക്ക് പങ്കില്ല. വെള്ളമെടുത്ത് കൈ കഴുകി പീലാത്തോസ് മാറി. സ്നേഹിത, എന്തിനു വേണ്ടിയാ യേശുവിന്റെ ശിരസിൽ മുൾമുടി വെച്ചത്? എന്തിനു വേണ്ടി?
ചരിത്രകാരൻ പറയുന്നു, ഒരു കൂർത്ത മുള്ള് യേശുവിന്റെ കണ്ണിൽ തുളച്ച് വെളിയിൽ ചാടി, കണ്ണുവെളിയിൽ ചാടി എന്നാ പറയുന്നത്. ഇത്രമാത്രം വേദന അനുഭവിച്ചത് നിനക്കു വേണ്ടി, സ്നേഹിത, താങ്കൾക്കു വേണ്ടി. താങ്കളുടെ സമാധാനത്തിനായുള്ള ശിക്ഷ, താങ്കളുടെ പാപം നീക്കിയ പരിഹാര സ്ഥലമാണ് ക്രൂശ്. അവിടെ ക്രിസ്തു ഇത് അനുഭവിച്ചത് നിങ്ങൾക്ക് സമാധാനമുണ്ടാക്കാൻ, നിങ്ങളുടെ ശത്രുത്വം മാറ്റാൻ, നിങ്ങളുടെ പാപത്തിന് പരിഹാരം വരുത്താനാണ് ക്രിസ്തു ഈ മരണം ക്രൂശിൽ അനുഭവിച്ചത്. ഇത് കണ്ടിട്ടും നിങ്ങൾ കാണാതെ പോകുകയാണോ? ഈ കിടക്കുന്ന യേശുവിനെ കണ്ടിട്ടും നിങ്ങൾ കാണാതെ പോകുകയാണോ? എന്റെ ദൈവമേ, എന്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടതെന്തെന്ന് കരയുന്ന ആ രോദനം കേൾക്കാതെ നിങ്ങൾ പോകുകയാണോ? പ്രിയമുള്ളവരെ, ഇത് കണ്ടിട്ടും കാണാതെ, കേട്ടിട്ടും കേൾക്കാതെ നിങ്ങൾ മുന്നോട്ട് പോയാൽ ദൈവത്തിന്റെ ശിക്ഷാവധി നിങ്ങൾക്കുണ്ടാകാം. ഞാൻ എന്റെ വാക്ക് ഇവിടെ നിർത്തുവാൻ ആഗ്രഹിക്കുകയാണ്. ക്രൂശിന്റെ സാധ്യത ഇന്ന് പകൽക്കാലം, ഈ സമയത്ത് ഈ ക്രിസ്തു നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുവാനിടയായി തീരട്ടെ. പാപത്തിന് പരിഹാരം വരുത്തിയ സ്ഥലം, ശത്രുത്വം നീക്കിയ സ്ഥലം, സമാധാനമുണ്ടാക്കിയ സ്ഥലം. ശാലോം എന്ന എബ്രായ വാക്കാണല്ലോ സമാധാനത്തിന് നാം ഉപയോഗിക്കുന്നത്. ശാലോം, സമാധാനം. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ സമാധാനം ആഗ്രഹിക്കുന്നുവെങ്കിൽ ക്രൂശിങ്കിലേക്ക് നിങ്ങൾക്ക് വരാം. നിങ്ങൾക്ക് വേണ്ടി അർത്ഥനഗ്നനായി വേദന അനുഭവിച്ച് എന്റെ അസ്ഥികളെല്ലാം ബന്ധം വിടുന്നുവെന്ന് പറഞ്ഞ്, എന്റെ കുടലിന് നടുവേ ഒഴുകുന്നുവെന്ന് പറഞ്ഞ, എന്റെ നാവ് അണ്ണാക്കോട് പറ്റുന്നുവെന്ന് പറഞ്ഞ എല്ലാവരാലും കൈവിടപ്പെട്ട ക്രിസ്തുവിനെ ജീവിതത്തിലേക്ക് അംഗീകരിക്കാൻ നിങ്ങൾക്ക് മനസ്സുണ്ടോ? നിങ്ങളുടെ പാപത്തിന് പരിഹാരം ഉണ്ടാകണമെങ്കിൽ ക്രിസ്തുവിനെ ജീവിതത്തിലേക്ക് അംഗീകരിക്കാം. ഈ ക്രിസ്തുവിനെ എനിക്ക് വിശ്വാസത്താൽ അംഗീകരിക്കണം. എനിക്ക് സമാധാനം വേണം, എനിക്ക് സന്തോഷം വേണം, എനിക്ക് എന്റെ ദൈവമാരുടെ ശത്രുത്വം മാറണം. ഈ ആഗ്രഹമുള്ള ആരെങ്കിലും ഈ ശബ്ദം കേട്ടവരുടെ കൂട്ടത്തിലുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു തീരുമാനം ഇങ്ങനെ എടുക്കാം. എന്നോടൊപ്പം ആത്മാർത്ഥമായി ഹൃദയത്തിൽ നിന്ന് ഇങ്ങനെ ഒരു പ്രാർത്ഥനാ വാചകം പ്രാർത്ഥിക്കാൻ സാധിക്കട്ടെ. നമുക്കെല്ലാവർക്കും കണ്ണുകളെ അടയ്ക്കാം. സ്വർഗീയ പിതാവേ, ഞാൻ കേട്ട വചനം എന്നോട് സംസാരിച്ചു. ഞാൻ പാപിയാണ്, ശത്രുത്തിൽ ജീവിക്കുന്നവനാണ്, സമാധാനമില്ലാത്തൊരു വ്യക്തിയാണ്. എന്റെ പാപത്തിനായി അങ്ങ് ക്രൂശിൽ മരിച്ചു, അടക്കപ്പെട്ടു, ഉയർന്നേറ്റു. ഞാനത് വിശ്വസിക്കുന്നു. അങ്ങയെ എന്റെ രക്ഷിതാവും കർത്താവുമായി ഞാനെന്റെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കുന്നു. ആമേൻ. ഈ തീരുമാനം ഞങ്ങളുടെ ശ്രോതാക്കളിൽ ആരെങ്കിലും എടുത്തിട്ടുണ്ടെങ്കിൽ ക്രിസ്തു നിങ്ങളുടെ ഉള്ളിൽ വന്നിട്ടുണ്ട്. നിങ്ങളൊരു പുതിയ സൃഷ്ടിയായി, സമാധാനമുള്ള, സന്തോഷമുള്ള ഒരു വ്യക്തിയായി നിങ്ങൾക്ക് മാറാൻ സാധിച്ചിട്ടുണ്ട്. തുടർന്നുള്ള ദിവസങ്ങളിൽ ദൈവവചനം വായിക്കുക, ദൈവിക കൂട്ടായ്മയിൽ മുന്നോട്ട് പോകുക. അതിനായിട്ട് ഞങ്ങളുടെ ശ്രോതാക്കളായ എല്ലാവർക്കും ദൈവമിടയാക്കട്ടെ എന്ന് ആശംസിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കോട് നിർത്തുന്നു. ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ആമേൻ.